ആത്മലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ മൈൻഡ് പവർ, അവയർനെസ്, കോൺഷ്യസ്നെസ് ഇതിനെക്കുറിച്ചൊക്കെ നോക്കി. ഇന്ന് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ഫിസിക്കൽ വേൾഡിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിലും മെമ്മറിയിൽ സൂക്ഷിക്കണമെങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം വേണം. ഏത് കാര്യവും നമുക്ക് ഒരു ഡിസിപ്ലിനോട് കൂടി ചെയ്യണമെങ്കിലും ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം വേണം. കോൺഷ്യസ് മൈൻഡ് മാത്രം പ്രവർത്തിച്ചാൽ ഫിസിക്കൽ വേൾഡിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഫിസിക്കൽ വേൾഡിൽ എന്ത് ചെയ്യണമെങ്കിലും സബ് കോൺഷ്യസിൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷേ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരേ ജീവിത സാഹചര്യമല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിലാണ് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ സാഹചര്യം, അവരുടെ ലൈഫ്, അവരുടെ കുടുംബം, ആ ചുറ്റുപാടിനനുസരിച്ചിട്ടാണ് ഓരോ വ്യക്തിയുടെയും സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളവർക്കും എറേഴ്സ് ഉള്ളവർക്കും വളരെയധികം ലൈഫിൽ സഫറിങ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. നമ്മുടെ ഒരു ജോബിന് വേണ്ടിയിട്ടോ നമ്മുടെ ടെക്നോളജിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് നമുക്ക് ഇതൊന്നും അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവാം, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവാം, ഒരുപാട് ദുരിതങ്ങളുണ്ടാവാം, ലൈഫിൽ പല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നത് അവരവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമിങ്ങിന് അനുസരിച്ചാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും. അവർക്ക് വളരെ ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ബെറ്ററായിട്ടൊരു ലൈഫ് കിട്ടാത്ത, ആ സാഹചര്യം ഇല്ലാത്ത ഒരാൾക്ക് വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് വേണം അവരുടെ ലൈഫിനെ ബെറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതിനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ഒരുപാട് സഫറിങ് എടുത്തുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്ത് പോകുന്നത്. എന്ത് കാര്യം പഠിക്കണമെങ്കിലും ഒരുപാട് സഫറിങ് അവർക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ബെറ്ററായിട്ടുള്ള ഒരു കാര്യമെന്ന് അവർക്ക് അറിയണമെങ്കിൽ തന്നെ അവർ ഒരുപാട് പ്രാവശ്യം ലേണിംഗ് സഫറിങ് എടുത്തുകൊണ്ടാണ് പഠിക്കുന്നത്. ആക്ച്വലി ഇത്രയും ഒരു സഫറിങ് നമുക്ക് ലൈഫിൽ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ചെറുപ്പം തൊട്ടേ ട്രെയിനിങ് തരികയാണെങ്കിൽ നമുക്ക് ബെറ്ററായിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ടായേനെ. അതിൽ എന്തെങ്കിലും എറർ വന്നാൽ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടായേനെ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത്തരത്തിലുള്ള മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും തരുന്നില്ല. ടെക്നിക്കൽ എഡ്യൂക്കേഷനുണ്ട്, അതേപോലെ സയൻസ് എഡ്യൂക്കേഷനുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് ജോബിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരു കർഷകൻ എവിടെയാണ് ഇത് ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുക? വലിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇത് യൂസ് ചെയ്യാം. ഒരു കൂലിപ്പണിക്കാരൻ എവിടെയാണ് ഈ പെർമ്യൂട്ടേഷനും തെർമോഡൈനാമിക്സും ഒക്കെ അപ്ലൈ ചെയ്യുക? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ലൈഫിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷനിൽ ഒരു ചെറിയ സെക്ഷനെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്. നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എങ്കിൽ, നമ്മുടെ ലൈഫ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.
ഇപ്പോൾ ഇത്രയധികം നമ്മൾ സഫർ ചെയ്ത് ലൈഫിനെ കൊണ്ടുവരണം എന്നില്ല. ആക്ച്വലി ഓരോരുത്തരും ടാലൻ്റ് ഉള്ളവരാണ്, പക്ഷേ ലൈഫിൽ ഇത്രയധികം സഫറിങ് വരുന്നത് കൊണ്ട് അവരുടെ ടാലൻ്റ് എല്ലാം അവിടെ അടിച്ചമർത്തപ്പെടുകയാണ്. ഇത്രയധികം ടാലൻ്റ് ഉള്ള വ്യക്തികളെല്ലാം ബാക്കിൽ കിടക്കുകയാണ്. ഈ സഫറിങ് അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു മുന്നോട്ട് വരാൻ പറ്റാത്തത്. ബെറ്ററായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളവർ വളരെ പെട്ടെന്ന് മുന്നോട്ട് വരും. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ പ്രാപ്തിയുള്ളവർ മുന്നോട്ട് വരും. പക്ഷേ ബാക്കി എല്ലാവരും ബാക്കിൽ കിടക്കും. അവരുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ അവർ ട്യൂൺ ചെയ്യപ്പെടാതെ കിടക്കും. ആക്ച്വലി എന്താണ് ഈ മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എറേഴ്സ് എല്ലാം റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മളുടെ യഥാർത്ഥമായ ലൈഫ് പർപ്പസിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്യപ്പെടുക. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് യഥാർത്ഥമായ ഹാപ്പിനെസ്, ബ്ലിസ് സ്റ്റേജ് അനുഭവിക്കാൻ പറ്റുക. അതുതന്നെയാണ് മുക്തിയും മോക്ഷവും. നമ്മുടെ ലൈഫ് പർപ്പസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവൻ്റെ പരിണാമത്തിന് അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ യൂണിവേഴ്സും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഇത്രയധികം വികസിച്ച് നിൽക്കുന്ന ഈ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ റീപ്രോഗ്രാമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പം, ബ്രഹ്മസങ്കല്പം, ബ്രഹ്മകൽപ്പം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്, റീപ്രോഗ്രാമിംഗ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റീപ്രോഗ്രാമിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇവല്യൂഷനാണ്. യൂണിവേഴ്സും അതിൻ്റെ ഇവല്യൂഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അതെ, എല്ലാവരും സർവ്വചരാചരങ്ങളും ആ ഒരു പരിണാമത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവൻ്റെ പരിണാമം മുക്തി മോക്ഷ നിലയിൽ എത്തണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഫീലിംഗ് ബ്ലോക്കുകൾ, എറേഴ്സ് എല്ലാം റീപ്രോഗ്രാമിംഗ് ചെയ്ത് നമ്മൾ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് ആ ഒരു യഥാർത്ഥ ലൈഫ് പർപ്പസിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യപ്പെടണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഹാപ്പിനെസ് കിട്ടുക. നമ്മളെല്ലാവരും സന്തോഷമാണ്, സമാധാനമാണ്, നമ്മളെല്ലാവരും ഹാപ്പിനെസ് തന്നെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് സങ്കടത്തിലാണ്. യഥാർത്ഥമായ നമ്മളെ നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എവിടെയെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ നമുക്ക് അറിയുന്നില്ല. അതാണ് പ്രധാന കാരണം. ഇപ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല, സങ്കടം ഉണ്ടാകുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ഈ സങ്കടം നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴായിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. നിയന്ത്രണത്തിൽ നിന്ന് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ ഇത് പോകുന്നുണ്ട് എങ്കിൽ അതാണ് എറേഴ്സ്, അതാണ് ബ്ലോക്ക്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്, കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, വിരഹം അനുഭവിക്കുന്നുണ്ട്, ഗിൽട്ടി അനുഭവിക്കുന്നുണ്ട്, സംശയം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ നെഗറ്റീവ് വികാരങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് എറേഴ്സാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് റീപ്രോഗ്രാമിംഗ് ചെയ്യുക? സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി ആക്സസിബിൾ അല്ല. അതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ നമ്മളുടെ മൈൻഡ് ആൽഫ സ്റ്റേജിലെത്തണം. നമ്മളുടെ മൈൻഡ് 20 to 30 ഹെർട്സിൽ ബീറ്റ ലെവലിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കിത് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് എത്തുന്നില്ല. എന്നാൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ പലപ്പോഴും ഒരു മൈൻഡിനൊരു കാം സ്റ്റേജ് ലഭിച്ച പോലെ തോന്നും. അതെന്തുകൊണ്ടാണ്? ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് മൈൻഡിന് മനോശക്തി ലഭിക്കുന്നുണ്ട്. ലഭിച്ച ആ ഒരു മനോശക്തിയിലൂടെ കുറച്ച് നേരം നമുക്ക് മൈൻഡ് കാമായിട്ടിരിക്കും. പിന്നെയും നമ്മൾ മനോശക്തി കുറയുമ്പോൾ വീണ്ടും നെഗറ്റീവിലേക്ക് വരും. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡായി ആ ഡ്രൈവിംഗ് ഫോഴ്സായിരിക്കും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലൈഫിൽ സഫറിങ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപാട് ലൈഫിൽ സഫറിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആ കുട്ടിക്ക് ഇത്രയും സഫറിങ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ആ കുട്ടിക്ക് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മൈൻഡിൻ്റെ എറേഴ്സ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എറേഴ്സ് അതാത് സമയത്ത് റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട് നല്ലൊരു ബെറ്റർ ലൈഫ് നയിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. ആക്ച്വലി അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കർഷകൻ എപ്പോഴാണ് ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉപയോഗിക്കുക? ഒരു കൂലിപ്പണിക്കാരൻ എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിനും ഇതെല്ലാം ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇതെല്ലാം അദ്ദേഹത്തിനും എല്ലാവരും ഒരുപാട് ടാലൻ്റ് ഉള്ളവരാണ്. പക്ഷേ എല്ലാവരും ഈ ടാലൻ്റ് എല്ലാം ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമായ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എല്ലാവർക്കും അവനവൻ്റെ ലൈഫ് പർപ്പസിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ പറ്റും ഈ സബ് കോൺഷ്യസ് മൈൻഡ് എറേഴ്സ് റീപ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ട്.
അപ്പോൾ എങ്ങനെയാണിത് റീപ്രോഗ്രാമിങ് ചെയ്യുക? എപ്പോഴൊക്കെയാണിത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴൊക്കെ ഓപ്പൺ ആകുന്നോ ആ സമയത്തൊക്കെ നമുക്കിത് റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ ബ്രെയിനിനെ ആൽഫ മൈൻഡ് സ്റ്റേജിലേക്ക് മെഡിറ്റേഷനിലൂടെ എത്തിച്ചാലും ഇത് റീപ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റും. അപ്പോഴും ഒരു കുഴപ്പമുണ്ട്, ഏതാണ് ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ അത് വേണം അവിടെ റീപ്രോഗ്രാമിങ് ചെയ്യാനായിട്ട്. അതിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ ഒരു തലത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടാണ്. പല പ്രാവശ്യം നമ്മൾ സഫർ ചെയ്ത് എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടാണ് ഇതിനേക്കാൾ കൂടുതൽ ബെറ്റർ ഇതാണ്, ഇതിനേക്കാൾ കൂടുതൽ ബെറ്റർ ഇതാണ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ ഈ ഒരു ജന്മം തന്നെ തികയാണ്ട് വരികയാണ് അങ്ങനെ പഠിക്കുമ്പോൾ, അങ്ങനെ സ്ലോ ആകുമ്പോൾ. ആമയും മുയലിൻ്റെയും കഥ പോലെയാണ്. നമ്മൾ എത്ര ഓടാൻ പ്രാപ്തിയുള്ളവരാണെങ്കിലും നമ്മൾ എപ്പോഴും ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്നുകൂടാ? ലൈഫിൽ എന്ത് പഠിക്കണമെങ്കിലും എല്ലാവരും പറയും പഠിക്കണം എന്ന് പറയും, നന്നായി പഠിക്കണം കേട്ടോ എന്ന് പറയും. പക്ഷേ എങ്ങനെയാണ് പഠിക്കുക, നന്നായി പഠിക്കുക എന്നുള്ളത് ആരും പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം പഠിക്കണമെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സഹായം വേണം. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷനും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണിത്? നല്ല സാഹചര്യം, നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിത സാഹചര്യം കിട്ടുന്ന ഒരു കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും. ആ കുട്ടിക്ക് അധികം സഫർ ചെയ്യാണ്ട് ലൈഫിൽ ജീവിക്കാൻ സാധിക്കും. പക്ഷേ മോശം സാഹചര്യത്തിൽ, മോശം സമൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവുക? ഏതാണ് ബെറ്റർ എന്ന് ആ കുട്ടിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് എററായിട്ട് തന്നെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളർന്നാലും ഈ എറർ മാറ്റണമെങ്കിൽ ആ കുട്ടിക്ക് അറിയുന്നില്ല ഈ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോൾ ഓപ്പൺ ആകും, എങ്ങനെയാണിത് റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. ഇനിയിപ്പോൾ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ, പഠിച്ച് ലേണിങ്ങിലൂടെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബെറ്റർ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓരോരുത്തർക്കും പലതായിരിക്കാം ബെറ്റർ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ലൈഫ് പർപ്പസ് ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്കുള്ളത്. ഓരോ വ്യക്തിക്കും ഓരോ ടാലൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ടാലൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് അവിടെ നടക്കേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ വരേണ്ടത്? എല്ലാവരും മന്ത്രിയാകുക, എല്ലാവരും വക്കീലാവുക, എല്ലാവരും ഡോക്ടറാകുക, അങ്ങനെയല്ലല്ലോ. പലർക്കും പല ടാലൻറ്റുകളുണ്ട്. ആ ടാലൻറ്റിൽ അവർ ഏറ്റവും മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ മാത്രമേ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലൈഫിൽ ആരും ഇത്രയധികം നമ്മളൊക്കെ സഫർ ചെയ്ത് വന്ന പോലെ ലൈഫിൽ ഇനി വരുന്ന തലമുറയെങ്കിലും സഫർ ചെയ്യാതെ ജീവിക്കണം. അവർക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുതന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എത്ര പേരുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉള്ളവരെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നത് ഇതാണ്, നമ്മുടെ ഡിറ്റാച്ച്മെൻ്റാണ്. അറ്റാച്ച്മെൻറ്റ്, എന്തൊക്കെ നമുക്ക് അറ്റാച്ച്മെൻറ്റിൽ ഉണ്ടോ അതെല്ലാം നമ്മുടെ സഫറിങ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ വ്യക്തിയാണ് നമുക്ക് ദേഷ്യമുണ്ടാവാൻ കാരണം, ആ വ്യക്തി കാരണമാണ് എനിക്ക് സങ്കടം ഉണ്ടായത്, ആ വ്യക്തി കാരണമാണ് എനിക്ക് വിരഹം ഉണ്ടായത്, ഈ ലൈഫിൽ ഇത്രയധികം ഞാൻ സങ്കടപ്പെടാൻ കാരണം ആ വ്യക്തിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒരിക്കലല്ല. ആ വ്യക്തി നമ്മളെ വഴക്ക് പറയുന്നുണ്ട് എങ്കിൽ, നമ്മളിൽ സങ്കടം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എററാണ്. അവിടെ റീപ്രോഗ്രാമിംഗ് ചെയ്യപ്പെടേണ്ടത്, മാറേണ്ടത് ആ വ്യക്തിയല്ല, നമ്മളാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആക്ച്വലി നമ്മളുടെ മൈൻഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് റീപ്രോഗ്രാമിംഗ് ചെയ്യപ്പെടേണ്ടത്. അതെങ്ങനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം, എങ്ങനെ എപ്പോഴൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്, അല്ലാതെ നമുക്ക് എങ്ങനെ ബെറ്ററായിട്ടുള്ളൊരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. ഇനി വരുന്ന തലമുറയെങ്കിലും ലൈഫിൽ സഫറിങ് ഇല്ലാതെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
നമ്മളൊക്കെ എന്തിനാണ് ഇത്രയും എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യണത്? ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് അറിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജന്മത്തിൽ എന്താണ് നമ്മുടെ ലൈഫ് പർപ്പസ് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് ലൈഫ് പർപ്പസിലേക്ക് എത്തിയാൽ അത് തന്നെയാണ് ബ്ലിസ് സ്റ്റേജ്. നമ്മൾ തന്നെ സന്തോഷമാണ്, പിന്നെ എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത്? അപ്പം അങ്ങനെ എത്തിച്ചേരാനുള്ളൊരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്ററാണ്, പക്ഷേ അതിലേക്ക് ഇതും കൂടി ആഡ് ആക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ എപ്പോഴൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകുന്നുണ്ട്, എങ്ങനെ ഇത് റീപ്രോഗ്രാമിങ് ചെയ്യാം, ആർക്കൊക്കെ ഏതൊക്കെ ടൈപ്പ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവനവന് തന്നെ അറിയുള്ളൂ, പക്ഷെ അതിനും ഒരു അറിവ് നേടണമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.